ഹായ് ഡിയർ സൂപ്പർ കൺമണി സീരിയലിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കൃഷ്ണൻ കൺമണിയും കൂടി ആ വലിയൊരു സർപ്രൈസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേനും കൃഷി പറയുന്നുണ്ട്, നിനക്ക് അടിപൊളിയായിട്ടൊരു സർപ്രൈസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടെന്ന രീതിയിൽ പറയുന്നുണ്ട്. അതെന്താണെന്നൊക്കെ, അതല്ലേ സർപ്രൈസ് എന്ന് പറയുന്നത് എന്ന രീതിയിലൊക്കെ പറയുന്നു കേട്ടോ. അത് കേൾക്കുന്നത് കൺമണിക്ക് ഭയങ്കരമായ സന്തോഷമാവുന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ട് കൺമണിക്ക് എന്താണോ എന്നറിയാനുള്ള ആകാംക്ഷയായി കേട്ടോ. അതിനുശേഷം തന്നെ ഹേമ എന്തായാലും ജയമോഹനോട് സംസാരിക്കുന്നുണ്ട്. വേറൊന്നുമല്ല, എന്തായാലും നമ്മുടെ മകൾ ചെയ്ത തെറ്റ് തന്നെയാണെങ്കിലും ബാക്കിയുള്ളവരും അതേ തെറ്റിന് കൂട്ടുനിന്നില്ലേ. അപ്പോൾ ആൻറ്റിയമ്മ ഉൾപ്പെടെ ചില ആളുകളൊക്കെ ഇതിന് നിന്നിട്ടുണ്ടല്ലോ, അവരും തെറ്റുകാരല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ജയമോഹനാണെങ്കിൽ അപ്പോൾ ഒന്നും സംസാരിക്കുന്നൊന്നുമില്ല. അതിനുശേഷം വീണ്ടും കാണിക്കുന്ന ബലരാമനെ തന്നെയാണ് കേട്ടോ. ബലരാമൻ എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങണ സമയത്ത് തന്നെ ഒരു ഗുണ്ട വന്നിട്ട് ബലരാമനെ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഭീഷണി എന്ന സ്വരത്തിലായിട്ട് അയാൾ പറയുന്നത്, സാഗറിൻ്റെ കുടുംബത്തിൽ കയറി കളിച്ചാൽ നിനക്ക് എങ്ങനെ ഇരിക്കുക എന്ന രീതിയിലൊക്കെ പറയുന്നു കേട്ടോ. ഇത് കേൾക്കുന്ന ബലരാമന് ആകെ സംശയമായി, ആരായിരിക്കും സാഗർ കുടുംബത്തിൽ നിന്ന് തനിക്കെതിരെ തിരിഞ്ഞിട്ടുണ്ടാവുക എന്ന രീതിയിൽ അങ്ങനെ ഭാഗ്യശ്രീയോട് പറയുന്നുണ്ട്. ഭാഗ്യശ്രീ പറയുന്നത്, നമുക്ക് പോലീസ് കേസ് ആക്കിയാലോ ഏട്ടാ എന്ന് പറയുമ്പോൾ, അത് വേണ്ട, അങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാവും ബലരാമൻ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ സാഗറാണെങ്കിലോ ആർക്കോ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കോൾ വിളിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ചെയ്തല്ലോ എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാനാണ് ഇതിൻ്റെ പുറകിൽ നിന്ന് അറിയരുതെന്ന് പറയുന്നു. ഒരുപക്ഷെ സാഗർ വിചാരിക്കുന്നത് മറ്റൊരു കാര്യങ്ങൾ തന്നെയായിരിക്കും. പക്ഷെ ഇത് ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നത് സാഗറാണ് ഇത് ചെയ്തതെന്നാണ്. പക്ഷേ ഒരിക്കലും ആയിരിക്കില്ല. അതിനുശേഷം തന്നെ കൃഷ് അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. കൃഷ് ആണെങ്കിലോ പറയുന്നുണ്ട്, എന്താ അച്ഛാ ഒരു മുഖത്തൊരു കള ലക്ഷണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഞെട്ടിക്കുന്ന പ്രമോ എന്ന രീതിയിൽ തന്നെ കേട്ടോ അത് അവസാനിച്ചിരിക്കുന്നത്. എന്തായാലും എപ്പിസോഡ് വിശേഷമായിട്ട് കാണാം കേട്ടോ.